കനത്ത മഴയെ തുടർന്ന് ഏറ്റുമാനൂർ നഗരസഭ 35-ാം വാർഡിൽപ്പെടുന്ന മങ്കരത്തോട് കരകവിഞ്ഞൊഴുകി. സമീപ പ്രദേശത്തെ 10ഓളം വീടുകളിൽ വെള്ളം കയറി. മഴ ശക്തമാവുകയും വെള്ളം മരവശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ വന്ന വീട്ടുകാരെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം എത്തിയാണ് പുറത്തെത്തിച്ചത്. നിരവധി വർഷങ്ങളായി ഈ പ്രദേശവാസികൾ വർഷകാലത്ത് ദുരിതം അനുഭവിക്കുകയാണ്. വാർഡ് കൗൺസിലർ സുരേഷ് വടക്കേടം, വില്ലേജ് ഓഫീസർ ജോസഫ് എന്നിവർ ദുരിതബാധിത പ്രദേശത്തെത്തി. ആരാണെങ്കിലും ഒന്ന് വന്ന് നോക്കുക, അത് കഴിഞ്ഞ് അവർ പോകും. അല്ലാതെ ഇതിനു വേണ്ടി ഒരു സഹായങ്ങളും അവർ ചെയ്യാറില്ല. ഇപ്പൊ തന്നെ വിളിച്ചപ്പോഴും നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടാ പോവുക? ഇത് രാത്രി ആയിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയേനെ. അത്രേ പറയുന്നു. അനുഭവിക്കുന്ന ദുരിതം രോഗവും പിടിച്ചുകൂടെ ഇരിക്കുന്ന ഞങ്ങൾ നിർത്തി ജീവിക്കും. അതുപോലെ തന്നെ ഇവിടെ 2-3 പ്രാവശ്യം വന്ന് 12 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ വഴിക്കും, 2 ലക്ഷം രൂപ കോൺക്രീറ്റും വന്നു. എന്നിട്ട് അവർ പിന്നെ അവരെ കണ്ടിട്ടില്ല. പിന്നെ അവർ പറയാ നിങ്ങൾ എങ്ങനെയും ചെയ്തോളാം, ഞങ്ങൾ ഇപ്പോൾ അവിടെ കിടക്കുന്നവരെല്ലാവരും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന വള്ളയും പറിച്ച് എങ്ങനെ ഞങ്ങൾ ജീവിക്കുക. ഇന്നാളും വെള്ളം കയറി, എന്നിട്ട് ഒരു മനുഷ്യനൊന്നും ഇറക്കാൻ പോലും വന്നിട്ട്. വീട്ടിനുള്ളിൽ കുടുങ്ങിയ 60ഓളം പേരെയാണ് ഫയർഫോഴ്സ് സംഘം പുറത്തെത്തിച്ചത്. ഇവരെ താൽക്കാലികമായി ഏറ്റുമാനൂർ ബോയ്സ് ഹൈസ്കൂളിൽ താമസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. കോട്ടയം ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ വിഷ്ണു മധു, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പ്രായമായവരും രോഗികളും കൊച്ചുകുഞ്ഞുങ്ങളും അടക്കമുള്ളവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. മങ്കരത്തോടിന്റെ പുറംമണ്ട സുരക്ഷിതപ്പെടുത്താത്തതും തോട് ആഴം കൂട്ടി വൃത്തിയാക്കാത്തതും മൂലമാണ് പ്രദേശവാസികൾ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്നത്. ഞങ്ങൾ 10-15 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കേസാണ്. ഇവിടെ ഈ തോടിന്റെ സൈഡ് കെട്ടി എന്നാ ഒരു സൈഡ് വെള്ളം കയറാതിരിക്കാനായിട്ട് ഞങ്ങൾ ഇത് സാധാരണക്കാരവിടെ താമസിക്കുന്നത്. അതായത് പാതിരായ്ക്കൊക്കെ മാർക്കറ്റിൽ പണിയെടുക്കുന്നവരും തൊഴിലാളികളൊക്കെ വെളുപ്പിന് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. ഇനി കുട്ടികൾ സ്കൂൾ തുറന്നാൽ കുട്ടികൾക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല. ഒരു വെള്ളയിട്ട് പോലും ഇല്ല ഇവിടെ. പ്രായം ചെന്നവരൊക്കെ ഇവിടെ ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങുക. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ നഗരസഭാ അധികൃതരും സർക്കാരും അനാസ്ഥ കാണിക്കുന്നതിൽ പ്രതിഷേധം ഉയരുകയാണ്.